ഇപ്പൊ മരിച്ച സ്ഥലത്തിരുന്ന ഒരാൾ ഖുർആൻ ഓതി. നമ്മൾ സലഫികൾ നിങ്ങളെ വീക്ഷണത്തിൽ മരിച്ചാ പിന്നെ ഒരു ഖുർആൻ പോലും ഓതാത്ത ടീമാ. എന്നാ ഷാഫി ഇമാം എന്താ പറഞ്ഞേ? നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ പണ്ഡിതന്മാരോട്, ഈ നാട്ടിലെ ചമ്മൻകടവിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദിനോട് ചോദിച്ചു നോക്കി. നമ്മൾ മരിച്ചെടുത്തിരുന്ന് ഖുർആൻ ഓതുന്നുണ്ടല്ലോ. ഖുർആൻ നമുക്ക് എപ്പോഴും ഓതാ, പക്ഷെ മരിച്ച ഒരാളുടെ മയ്യത്തിന്റെ അടുത്തിരുന്ന് പ്രത്യേകം ഓതുന്നുണ്ടല്ലോ. അങ്ങനെ നബിയും സഹാബത്തൊക്കെ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കി നിങ്ങള്. ഓതാന്നുള്ളത് മറുപടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നബിയും സഹാബത്ത് ഓതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഇല്ല. പിന്നെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഓതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഷാഫി ഇമാമ് ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊന്ന് ചോദിച്ചു നോക്കി നിങ്ങള്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സംശയം ചോദിച്ചോളി, പഠിച്ചോളി, അന്വേഷിച്ചോളി. ഒരു വാശിയില്ല. ഇഷ്ടപ്പെട്ടവരെ സ്വീകരിക്കുക, അല്ലാത്തവർക്ക് കളയാം. എത്രയോ പരിപാടികൾ നിങ്ങൾ കേൾക്കുന്നല്ലേ. ഖുറാന്റെ ആയത്താ. ഈ ആയത്തിന് ഷാഫി മദ്ഹബിലെ തഫ്സീറായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ ഇമാം ഷാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു കസീർ പറയുന്നത് എന്താ അറിയോ? എന്താ? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാണ്, വമിൻ ആദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന്. ഏതായത്ത്? വലൈസ ലിൽസാനി ഇല്ലാ മാ സഅ. ഈ മഹത്തരമായ ആയത്തിൽ നിന്ന്, വമിൻ ആദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവെടുത്തു, കൂടെയുള്ളവരും തെളിവെടുത്തു, അന്നൽ ഖിറാഅത ലാ യസ്ലി ഹദാഉ സവാബിഹാ ഇലൽ മൗതാ, മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതിയാൽ മയ്യത്തിന് അതിന്റെ പ്രതിഫലം കിട്ടൂല. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, നിങ്ങൾ പഠിച്ചോളി, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഇമാം ഷാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു കസീർ പറയാണ്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു സുന്നത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് ആരും ഉദ്ധരിച്ചിട്ടില്ല, നമ്മളെക്കാൾ മുമ്പ് വലിയ പുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അവര് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്ത് നജ്മിലെ ഈ ആയത്തിന് വിശദീകരണം കൊടുക്കുകയാണ്. എവിടെ? തഫ്സീർ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറില്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാം തെളിവുകൾ പഠിച്ചോളൂ, തെളിവ് പഠിച്ചോളൂ. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്.